ഒരു യൂട്യൂബർ ആവണമെന്നുള്ള സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യെസ് 2024 എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ് നിങ്ങൾക്ക്. സോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. ഗൈസ്, ഞാൻ പറഞ്ഞ ശരിയാണ്. 2024 നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് ഒരു പാഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടോ നിങ്ങൾക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. സോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം. സോ 2024 യൂട്യൂബിൻ്റെ പോളിസി അടപടലം അവർ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെ പൊട്ടിക്കാൻ എലോൺ മസ്ക് നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ട്വിറ്ററിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. സോ അതവിടെ നിൽക്കട്ടെ. സോ എന്തായിരുന്നാലും യൂട്യൂബിനെ പൊട്ടിക്കാൻ അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം നടന്നാൽ യൂട്യൂബ് എല്ലാവരും വിട്ടെറിഞ്ഞ് നേരെ എലോൺ മസ്കിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ പോകുന്നതാണ് പറഞ്ഞത്. സോ എന്തായിരുന്നാലും നമ്മൾ യൂട്യൂബിൻ്റെ പോളിസി ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് 2024 യൂട്യൂബ് കൊണ്ടുവന്ന ഒന്നാമത്തെ ഫീച്ചേഴ്സ്, യൂട്യൂബിൽ ഇനി AI ആനിമേറ്റഡ് കണ്ടൻസ് ആയിരിക്കും കൂടുതലായിട്ടും നോക്കുന്നത്. സോ എന്തായിരുന്നാലും ഇപ്പോൾ എല്ലാ AI ലോകമാണ്. നമ്മുടെ വാട്സപ്പിൽ വരെ ഒരു മെറ്റ AI കടന്ന് മുമ്പ് അറുമാദിക്കും. സോ അതേപോലെ യൂട്യൂബിലും ഒരു AI കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായിരുന്നാലും അവർ പോളിസിയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് AIയിൽ കൊണ്ടുവരുമെന്നത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. സോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ സാധാരണ ഒരു ചാനൽ മോണിറ്റൈസ് ആവാൻ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണ്ടത്. ഇനി തൊട്ട് അങ്ങനെ അല്ല. സോ ഇനി തൊട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെറും 500 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടി. സോ ഇതിലും മികച്ചൊരു അവസരം ഇനി സ്വപ്നങ്ങളിൽ മാത്രമോ. നമ്മൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇതാണ് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ അവസരം. അടുത്ത പോളിസി എന്ന് പറയുന്നത് നിങ്ങളെ പലരും ചെയ്യുന്നതാണ്. സോ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ട് അവിടെ ഒന്ന് അവസാനിപ്പിക്കും. പിന്നെ ആ ഒരു ഭാഗത്തോട് തിരിഞ്ഞോടി നിൽക്കില്ല. സോ നിങ്ങളെ പാഷൻ യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോൾ യൂട്യൂബിൽ 2024 പോളിസി അനുസരിച്ച് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ 90 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഫ്രീക്വൻസി ആയിട്ട്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 90 ദിവസത്തിലോ നിങ്ങൾ 90 ദിവസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് 3 വാലിഡിറ്റി ആയിട്ടുള്ള പബ്ലിക് ആക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാസത്തിൽ 3 വീഡിയോ, അതായത് ഓരോ മാസം ഓരോ വീഡിയോ വെച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് 2024 നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ പോളിസി പ്രകാരം പറയുന്നത്. സോ എല്ലാവരും വലിയ ആകാംക്ഷയോടെ തുടങ്ങും. അത് പിന്നെ ആണ്ടിലോ അല്ലെങ്കിൽ വർഷത്തിലോ ആയിരിക്കും അവർ വീഡിയോ ഇടുന്നത്. എന്നാൽ ഇനി അതൊട്ട് അങ്ങനെ പറ്റത്തില്ല. സോ ചാനൽ തുടങ്ങി ആരായിരുന്നാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 500 സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ ഫ്രീക്വൻസി ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അത് 3 മാസത്തിലായിരിക്കില്ല, ദിവസം തോറും നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് അത്രയും നല്ലത്. സോ അടുത്തായിട്ട് യൂട്യൂബ് മോണിറ്റൈസേഷനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ അത് പണ്ടേക്ക് 1K സബ്സ്ക്രൈബേഴ്സ് വേണം വരുന്നത്, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം വരുന്നത്. എന്നാൽ ഇപ്പോൾ 500 ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ട് 4000 വാച്ച് അവർ, ഇന്ന് അത് 3000 വാച്ച് അവർ ആയിട്ട് അവർ കുറച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ. സോ 500 സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ 3000 വാച്ച് അവർ മാത്രം മതി നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം. സോ ഇതിലും മികച്ച അവസരങ്ങൾ ഇനി യൂട്യൂബിൽ കൊണ്ടുവരാൻ ഇനി പറ്റത്തില്ല എന്നാണെങ്കിൽ നമുക്ക് പറയാമല്ലേ. സോ എന്തായാലും നമ്മൾ അടുത്ത പോളിസിയിലോട്ട് പോകാം. പോളിസി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ വീഡിയോസ് മാത്രമല്ല, ഷോർട്സും 3 മാസം കൂടുമ്പോൾ 3 വീഡിയോ വെച്ച് അല്ലെങ്കിൽ 3 ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യണമെന്നാണ് അടുത്തൊരു പോളിസിയിലും കൂടെ പറയുന്നത്. സോ ഈ ഇത്രയും കാര്യങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്ത് വന്നാൽ, തുടരെ ചെയ്ത് വന്നാൽ നിങ്ങൾ കൂടിപ്പോയി 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച പോലെ യൂട്യൂബർ നിങ്ങൾക്കാവാൻ പറ്റും. എന്നാൽ ഈ ഒരു 2 വർഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഈ ഒരു സംഭവം, ഈ ഒരു പാഷനായിട്ട് നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ലോകത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാം. സോ എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ പോളിസികളെല്ലാം കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സംഭവമാണ്. സോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ ഇതിലും മികച്ച നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.